आसपास की बातों से डिटैच, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകുക. मैं आत्मा साक्षी होकर ड्रामा के हर एक सीन को देख रही हूँ. ഞാൻ ആത്മാവ് സാക്ഷിയായി ഡ്രാമയിലെ ഓരോ സീനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. मैं स्वराज्य अधिकारी आत्मा, ഞാൻ സ്വരാജ്യ അധികാരി ആത്മാ सीट पर सेट हूँ. സീറ്റിൽ സെറ്റാണ്. एक सेकंड में मन और बुद्धि को ले जाएं परम धाम में. ഒറ്റ സെക്കൻഡിൽ മനസ്സിനെയും ബുദ്ധിയെയും പരംധാമത്തിലെത്തിക്കൂ. लाल सुनहरा प्रकाश, സ്വർണ്ണ ചുവപ്പ് നിറം പ്രകാശം. चारों ओर शांति ही शांति. നാലു ഭാഗത്തും അതീവ ശാന്തി. ये मेरा असली घर है. ഇതാണ് എൻ്റെ യഥാർത്ഥ വീട്. सब आत्माएं सितारों की तरह चमक रही हैं. എല്ലാ ആത്മാക്കളും നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. परम धाम में मैं आत्मा बाबा की किरणों के नीचे. പരംധാമിൽ ഞാൻ ആത്മാവ് ബാബയുടെ കിരണങ്ങളുടെ താഴെയാണ്. बस मैं और बाबा. ഞാനും ബാബയും മാത്രം. हम देखेंगे अपने देव स्वरूप को. തന്റെ ദേവസ്വരൂപത്തിനെ കാണൂ. आदि स्वरूप, ആദിസ്വരൂപം. बाबा ने आकर हमें याद दिलाया, तुम ही देवी देवता थे, फिर से बन रहे हो. ബാബ വന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്, നീ തന്നെയാണ് ദേവീ ദേവതയായിരുന്നത്, വീണ്ടും നീ തന്നെ ദേവീ ദേവതയാകും.
देखिए अपने देव स्वरूप को, डबल सिरताज, हर्षित मुख चेहरा, संपूर्ण निर्विकारी। തൻ്റെ ദേവസ്വരൂപത്തിന് നന്നായി കാണൂ. ഡബിൾ കിരീടം, ഹർഷിതമുഖം, സമ്പൂർണ്ണ സ്വരാജ്യാധികാരി. प्रकृति भी कितनी सुंदर है. പ്രകൃതിയും കാണാൻ എത്ര സുന്ദരമാണ്. विजुअलाइज करें स्वयं को गार्डन में घूमते हुए. ഞാൻ പൂന്തോട്ടത്തിൽ നടക്കുന്നതായി കാണൂ. വിഷ്വലൈസ് ചെയ്യൂ. अब देखें स्वयं के फरिश्ते स्वरूप को. നീ സ്വന്തം ഫരിസ്ത സ്വരൂപത്തിനെ കാണൂ. मेरे चारों ओर लाइट ही लाइट. എൻ്റെ നാല് ഭാഗത്തും പ്രകാശം തന്നെ പ്രകാശം. मैं आत्मा लाइट, लाइट के शरीर में हूँ. ഞാൻ ആത്മാവ് ലൈറ്റാണ്, ലൈറ്റിൻ്റെ ശരീരത്തിലിരിക്കുകയാണ്. मेरे मस्तक से नैनों से प्रकाश निकलकर എൻ്റെ മസ്തകത്തിൽ നിന്നും കണ്ണുകളിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നു. पूरे विश्व को चार्ज कर रहा है. അത് മുഴുവൻ ലോകത്തിനെയും ചാർജ് ചെയ്യുന്നു. सामने देखें विश्व रूपी ग्लोब. വിശ്വമാകുന്ന ഭൂഗോളത്തിന് മുന്നിൽ കാണൂ. अब मन बुद्धि से चलें मधुबन में. മധുബനിലേക്ക് പോകൂ. मधुबन का आंगन, മധുബന്റെ മുറ്റം, देखे स्वयं को बाबा और मम्मा के साथ घूमते हुए. മധുബന്റെ മുറ്റത്ത് ബാബയോടും മമ്മയോടും ഒപ്പം നടക്കുന്നതായി കാണൂ. ओम शांति. ഓം ശാന്തി. तो ये कुछ अभ्यास हैं जो हमें रोज करने हैं, क्योंकि मुरली में बाबा हमें बार बार, खासकर साकार मुरली में बाबा हमें कौन सा चक्र घुमाने को बोलता है? स्वदर्शन चक्र.
ഈ പ്രാക്ടീസ് നമ്മൾ ദിവസവും ചെയ്യേണ്ടതാണ്. കാരണം ബാബ മുരളിയിൽ ഡെയിലി അടിക്കടി നമ്മളോട് പറയാറുള്ളതാണിത്. ഇപ്പോൾ മുരളിയിൽ തന്നെ ബാബ നമ്മളോട് ഏത് ചക്രം കറക്കാനാ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സാകാര മുരളിയിൽ ഏത് ചക്രം കറക്കാനാ പറയുന്നത്? ഏതാ? स्वदर्शन चक्र. और परदर्शन या परचिंतन, इसको खत्म करने की विधि बाबा ने क्या बताई? स्वदर्शन चक्र घुमाना. പരദർശനം പരചിന്തനത്തിന് പരിവർത്തനപ്പെടുത്താനായിട്ട് ബാബ പറഞ്ഞതാണ് സ്വദർശന ചക്രം കറക്കൂ. स्वदर्शन चक्र, या जिसको अव्यक्त मुरली में बाबा क्या बोलते हैं? 5 स्वरूप का अभ्यास. സ്വദർശന ചക്രത്തിന് അവ്യക്ത മുരളിയിൽ ബാബ ഉപയോഗിച്ച ഭാഷയാണ് 5 സ്വരൂപങ്ങളുടെ പരിശീലനം. तो दिन भर में जब भी हमें समय मिले, बार बार कहां से आना है? परम धाम मीन्स अनादि स्वरूप है ना, हमारा जो ओरिजिनल स्वरूप है परम धाम. അപ്പം ദിവസത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ അത് പരിശീലിക്കണം. ആരംഭം എവിടെ നിന്നാണ്? പരംധാമത്തിൽ. അതാണ് അനാദി സ്വരൂപം. तो उसमें बार बार अपने आप को देखना कि परम धाम मेरा असली घर, लाल सुनहरा प्रकाश, और वो आत्माओं का घर है. और वहां पे अपने आप को विजुअलाइज करना कि मैं आत्मा परम धाम में बैठी हूं बाबा की किरणों के नीचे. അപ്പോൾ അവിടെ എപ്പോഴും തന്നെ കാണാൻ ശ്രമിക്കുക. സ്വർണ്ണ ചുവപ്പുള്ള ലോകം, ബിന്ദുവായ ജ്ഞാനാത്മാവ്, ബാബയുടെ കിരണങ്ങളുടെ കീഴിൽ ജ്ഞാനാത്മാവ് ഇരിക്കുകയാണ്. आज की मुरली में भी बाबा ने कहा कि परम धाम में भी आप सब आत्माओं की चमक विशेष होती है. ബാബ ഇന്നത്തെ മുരളിയിലും പറഞ്ഞു, താങ്കൾ ആത്മാക്കളുടെ പ്രകാശം പരംധാമത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ്. जैसे अगर आकाश में देखते हैं, आज एग्जाम्पल दिया बाबा ने, आकाश में देखते हैं तो कुछ सितारे होते हैं जिनकी चमक बहुत ज्यादा होती है. ഇന്നത്തെ മുരളിയിലും ബാബ പറഞ്ഞു, ആകാശത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചില നക്ഷത്രങ്ങളുടെ പ്രകാശം മറ്റുള്ളവരിൽ നിന്ന് വളരെ കൂടുതലായിരിക്കും. तो ऐसे ही स्वयं को बार बार देखना, परम धाम में मैं आत्मा बाबा की किरणों के नीचे. അതുപോലെ പരംധാമത്തിൽ സ്വയത്തെ കാണൂ, ഞാൻ ആത്മാവ് ബാബയുടെ കിരണങ്ങളുടെ താഴെ പ്രകാശത്തിൽ കുളിച്ചിരിക്കുകയാണ്. तो इस अभ्यास से क्या होगा? जो भी अंदर कचरा है आत्मा के अंदर, जो कट चढ़ी हुई है, सारे जो विकार हैं इतने जन्मों के, वो सारे स्वाहा होने शुरू हो जाएंगे. ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കുമ്പോൾ ആത്മാവിന്റെ ഉള്ളിൽ അനേക ജന്മങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകൾ അത് ഭസ്മമാകും. और इसलिए ही योग को क्या कहा जाता है? योग अग्नि. അതുകൊണ്ടാണ് യോഗത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യോഗാഗ്നി. है ना, योग अग्नि कहा जाता है. क्यों? क्योंकि एग्जाम्पल बाबा क्या देते हैं मुरली में? अग्नि में सोने को डाला जाता है और सोने के अंदर जो भी कट है वो सारी उसको अलग करते हैं उसमें. तो ऐसे ही आत्मा रूपी सोने से भी जो भी इसके अंदर कट चढ़ गई थी वो सारी की सारी उतरनी शुरू हो जाती. യോഗം അഗ്നിയാണ്. ബാബ ഉദാഹരണം പറയാറുണ്ട്. സ്വർണത്തിനെ തീ ചൂളയിലിടുന്ന സമയത്ത് അത് ഉരുകി തനി തങ്കമായിട്ട് മാറുന്നു. അതേപോലെ യോഗാഗ്നിയിലിരിക്കുമ്പോൾ ആത്മാവ് സ്വർണമാണ്, അതിലുള്ള അഴുക്കുകളെല്ലാം തന്നെ ഭസ്മമാകും. फिर परम धाम से हमारे असली घर में हम थे, फिर कहाँ पर आए सबसे पहले? പരംധാമമാകുന്ന ഒറിജിനൽ വീട്ടിൽ നിന്ന് നമ്മൾ പിന്നെ താഴെ എവിടെ വന്നു? कहाँ पे आए? कौन से युग में आए? ഏത് യുഗത്തിൽ വന്നു? നമ്മൾ सीधा संगम पे आए? സംഗമത്തിൽ വന്നോ? सतयुग या त्रेता? സത്യയിലാണോ ത്രേതായിലാണോ? आप में से ऐसा तो कोई नहीं बैठा ना जो सबसे पहले त्रेता युग में आएगा. നേരെ ത്രേതായുഗത്തിൽ വന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? സത്യയുഗത്തിൽ പോകാതെ सतयुग वाले कौन कौन से? हाथ उठाइए. സത്യയുഗത്തിൽ പോയവരൊക്കെ കൈവെക്കാമോ? सभी सतयुग वाले बैठे हैं यहाँ पर. എല്ലാവരും സത്യയുഗത്തിലുള്ളവരാണോ ഇരിക്കുന്നത്? जैसे आज बाबा ने कहा, आप सब राजयोगी हैं या प्रजा योगी हैं? ഇന്ന് ബാബ മുരളിയിൽ ചോദിച്ചു, രാജയോഗിയാണോ അതോ പ്രജായോഗിയാണോ? कौन है हम सब? ആരാണ് നമ്മളൊക്കെ? अच्छे से आवाज नहीं आ रही. അയ്യോ, ഉറച്ചത്തിൽ പറയുന്നില്ലല്ലോ. कौन है हम सब? നമ്മൾ ആരാ? प्रजा योगी, राजयोगी हैं. तो सतयुग में अपने आप को बार बार देखना, ये मेरा असली स्वरूप है. अभी का जो स्वरूप है वो मेरा असली स्वरूप नहीं है. अभी के जो സത്യയുഗത്തിലെ എൻ്റെ ആ രൂപത്തെ കാണണം. ആ രൂപമാണ് എൻ്റെ യഥാർത്ഥ രൂപം. ഇപ്പൊ നിങ്ങൾ കാണുന്നല്ലോ, അത് നിങ്ങളുടെ യഥാർത്ഥ രൂപമല്ല. अभी के जो भी संस्कार हैं, काम क्रोध लोभ मोह अहंकार डर चिंता, जो भी संस्कार हैं,
ये मेरे ओरिजिनल संस्कार नहीं है. ഇപ്പോൾ എന്നിൽ കാണുന്ന ചില സ്വഭാവങ്ങൾ കാമത്തിന്റെയോ ക്രോധത്തിന്റെയോ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവവും എൻ്റെ യഥാർത്ഥ സ്വഭാവമല്ല. और जो भी ये संस्कार बन गए हैं आसपास से, जो इनको बोलते हैं इंग्लिश में एक्वायर्ड संस्कार. നമ്മളിപ്പം നമുക്കുണ്ടാവുന്ന ഈ കാണുന്ന സ്വഭാവങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒറിജിനൽ സ്വഭാവമല്ല. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന വാക്കാണ് അക്വേർഡ് സംസ്കാരങ്ങൾ. इन संस्कारों को खत्म करने की विधि क्या है? इन संस्कारों से लड़ाई नहीं करनी है हमें, बस अपने ओरिजिनल संस्कारों को हमें याद करते रहना है बार बार. അപ്പോൾ ഈ കാണുന്ന ഇപ്പോഴുള്ള സ്വഭാവങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതിനോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത്. നമ്മുടെ ഒറിജിനൽ സ്വരൂപം ഏതാണോ അതിനെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുക. इसलिए सत्युगी स्वरूप स्वयं को देखना कि जब हम सत्युग में थे कैसे चलते थे, कैसे खाना खाते थे, कैसे बात करते थे, कैसे एक दूसरे को देखते थे. സത്യുഗത്തിലെ സ്വരൂപത്തിനെ നമ്മൾ കാണാൻ ശ്രമിക്കുക. സത്യുഗത്തിൽ നമ്മൾ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഇരുന്നത്, എങ്ങനെയാണ് ആഹാരം കഴിച്ചത്, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത്. तो जब हम सत्युगी स्वरूप को बार बार सामने लाएंगे, ऑटोमेटिक जो कलयुगी संस्कार हैं वो स्वाहा होने शुरू हो जाएंगे. എപ്പോഴാണോ നമ്മുടെ സത്യുഗത്തിലെ സ്വരൂപത്തിനെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, ഓർക്കുന്നത്, അപ്പോൾ നമ്മുടെ കലിയുഗത്തിലെ സ്വഭാവം താനേ തന്നെ സമാപ്തമാകും. क्योंकि सारा जो खेल है वो मर्ज और इमर्ज होने का है. ഈ മുഴുവൻ കളി എന്ന് പറയുന്നത് മെർജും എമർജും ആകുന്നതിൻ്റെതാണ്. जब सत्युगी संस्कार इमर्ज होंगे तो कलयुगी संस्कार क्या हो जाएंगे? मर्ज हो जाएंगे, मतलब वो खत्म हो जाएंगे. എപ്പോഴാണോ നമ്മുടെ സത്യുഗത്തിലെ സ്വഭാവം നമ്മുടെ പുറത്തേക്ക് വരുന്നത്, അപ്പോൾ കലിയുഗത്തിലെ സ്വഭാവം താനേ അസ്തമിക്കും, ഇല്ലാതാകും. तो देव स्वरूप. तीसरा स्वरूप हमारा क्या है? മൂന്നാമത്തെ സ്വരൂപം ഏതാണ്? कौन सा स्वरूप है? മൂന്നാമത്തെ സ്വരൂപം पूज्य स्वरूप. പൂജ്യ സ്വരൂപം. अगर हम चक्र को देखें, स्वदर्शन चक्र को, परमधाम, सतयुग, त्रेता मीन्स देव स्वरूप, एंड देन द्वापर से कौन सा स्वरूप हमारा शुरू होता है? पूज्य स्वरूप. ചക്രത്തിനെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പരംധാമത്തിൽ നിന്ന് നമ്മൾ സത്യത്രേതായുഗത്തിലേക്ക് വരുന്നു. പിന്നെ അടുത്ത ഏതാണ്? ദ്വാപരയുഗത്തിൽ നമ്മുടെ പൂജ്യ ദേവതാ സ്വരൂപം. जो बाबा ने आज एग्जाम्पल दिया, दुनिया में जो देवी देवताओं का चित्र है, जो मंदिर हैं, कितना ध्यान से उनको रखा जाता है. उसके दर्शन के लिए कई मूर्तियां तो ऐसी हैं जिसके दर्शन के लिए कई कई घंटे लगते हैं. അപ്പോൾ ബാബ ഇന്ന് മുരളിയിലും അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആ പ്രതിമകളെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ രീതി എത്രമാത്രം ഭംഗിയായിട്ടാണ് അവയെ ഒരുക്കി വച്ചിരിക്കുന്നത്. അവിടെയുള്ള ആ ദേവിയെ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയെ ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയോ മണിക്കൂറാണ് ആൾക്കാർ കാത്തു നിൽക്കുന്നത്. और बाबा ने कहा आजकल कोई मान लो प्राइम मिनिस्टर भी है, उसका जो चित्र बनाते हैं क्या उसकी वैसी पूजा होती है? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിമകൾ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ തന്നെ ദേവതകൾക്ക് കിട്ടുന്നത് പോലെ പ്രതിഷ്ഠയ്ക്കുള്ള പൂജകൾ പ്രധാനമന്ത്രിക്ക് കിട്ടാറുണ്ടോ? उनकी अगर मूर्ति भी बनाएंगे तो कैसे बनाते हैं? ओपन में. പ്രതിമ ഉണ്ടാക്കിയാലും പ്രധാനമന്ത്രിയുടേത് എവിടെയെങ്കിലും പുറം ഭാഗത്തായിരിക്കും വയ്ക്കുക, സ്ട്രീറ്റുകളിൽ, തെരുവുകളിൽ വയ്ക്കും. लेकिन जब देवी देवताओं का चित्र बनाते हैं, मूर्ति बनाते हैं, उसको वैसे दुनिया में ये है कि उसको कभी भी ओपन में नहीं रख सकते, पूरा क्लोज्ड एनवायरनमेंट चाहिए उसके लिए. ദേവതകളുടെ ശില്പങ്ങൾ യഥാർത്ഥത്തിൽ കൊത്തിക്കഴിഞ്ഞാൽ അതിന് എവിടെയെങ്കിലും പുറം ഭാഗത്ത് കാണുന്ന രീതിയിലല്ല, അത് ക്ഷേത്രത്തിനകത്ത് ആണ്, വിധിപൂർവമാണ് അതിനെ പ്രതിഷ്ഠിക്കുന്നത്. तो ये क्यों ऐसा हुआ? क्यों विधिवत पूजा होती है? പ്യൂരിറ്റി के कारण. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിധിപൂർവം അവർക്ക് പൂജ കിട്ടുന്നത്? കാരണം അവരുടെ പവിത്രതയാണ് അതിന്റെ പിന്നിലെ കാരണം. बाबा ने कहा प्योरिटी ही पर्सनैलिटी है. ബാബ പറഞ്ഞു പവിത്രതയാണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. है ना? ब्राह्मण जीवन की पर्सनैलिटी क्या है? प्योरिटी. ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയാണ് പവിത്രത. तो दिन भर हमें क्या करना है? अपने मन को प्योर करते रहना है. അപ്പോൾ നമുക്ക് ദിവസം മുഴുവൻ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ പവിത്രമാക്കിക്കൊണ്ടേയിരിക്കണം. दादी जानकी हमेशा जब भी कोई माताओं की क्लास होती थी तो दादी पूछती थी कि आप सब घर की सफाई करते हो, झाड़ू लगाते हो? तो सब कहते. ദാദി ജാനകിയും ക്ലാസ് നടത്തുമ്പോഴത്തേക്ക് മാതാക്കളാണ് മുന്നിലിരിക്കുന്നതെങ്കിൽ ദാദി എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ വൃത്തിയാക്കാറില്ലേ, വീട് അടിച്ചു വാരാറില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. तो दादी कहती थी कि जैसे आप सब झाड़ू लगाते हो रोज,
ऐसे ही मन में भी रोज क्या लगानी है, झाड़ू लगानी है. ഏതുപോലെ വീട് അടിച്ചു വാരുന്നത് പോലെ എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിനെയും അടിച്ചുവാരി വൃത്തിയാക്കണം. बट इस कार्य में क्या चाहिए, पेशेंस चाहिए. പക്ഷെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം ക്ഷമ ആവശ്യമാണ്. तो परेशान नहीं होना है. मन के अंदर अगर कुछ ऐसा चल रहा है, दुखी परेशान नहीं होना है. साक्षी होकर धीरे 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 सोमान का अभ्यास, मुरली का चिंतन, ये सब बढ़ाते जाएंगे तो अपने आप ही जो नेगेटिव संकल्प हैं, वेद संकल्प हैं, विकारों से रिलेटेड संकल्प हैं, वो सब स्वाहा होने शुरू हो जाएंगे. പക്ഷെ എന്തെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അഴുക്ക സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. നിങ്ങളുടെ നല്ല സ്വഭാവങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ, അഴുക്ക സ്വഭാവങ്ങൾ, മോശമായ ശീലങ്ങൾ താനേ അത് ഉൾവലിയും അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. फिर अगला स्वरूप है हमारा ब्राह्मण स्वरूप. അടുത്ത നമ്മുടെ സ്വരൂപമാണ് ബ്രാഹ്മണ സ്വരൂപം, നാലാമത്തെ സ്വരൂപം. उसके लिए अलग अलग विजुअलाइज हम कर सकते हैं. जैसे पूज्य स्वरूप में जो विजुअलाइजेशन हमें क्या करना है, मंदिर में आप बैठे हैं, जो भी आपको स्वरूप पसंद है, ऐसा नहीं कि सारे स्वरूप आपको प्रैक्टिस करने हैं. जो भी देवी या देवता का स्वरूप आपको पसंद है, आप फील करिए आप बैठे हैं, सामने लोग हैं और आपके मस्तक से, नैनों से उनको शांति, शक्ति के वाइब्रेशंस मिल रहे हैं. ബ്രാഹ്മണ സ്വരൂപത്തിന്റെ പരിശീലനമാണ് അടുത്ത്. അതിലും വ്യത്യസ്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതുപോലെ മൂന്നാമത്തെ സ്വരൂപത്തിൽ ദേവതകളുടെ സ്വരൂപം പറഞ്ഞു, അതിൽ ധാരാളം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ദൃശ്യമാണോ, ഉദാഹരണത്തിന് ക്ഷേത്രത്തിനകത്ത് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ദേവി, ആ ദേവിയുടെ കണ്ണുകൾ നല്ല തിളങ്ങുന്നു, അതിൽ നിന്ന് പ്രകാശം വരുന്നു, അങ്ങനെ നിങ്ങൾക്ക് കണ്ട് പരിശീലിക്കാൻ സാധിക്കും. तो जब हम ये सीन क्रिएट करते हैं, विजुअलाइज करते हैं कि सामने भगत बैठे हैं, मेरे मस्तक से, नैनों से शांति और पवित्रता के वाइब्रेशन निकल रहे हैं, तो हमारे अंदर की प्योरिटी, हमारे अंदर की शक्ति इंक्रीज होना शुरू हो जाती है. അപ്പം ഇങ്ങനെ ചിന്തിക്കൂ, ഞാനിരിക്കുകയാണ്, മുന്നിലേക്ക് ദൃഷ്ടി കൊടുക്കുകയാണ്, എൻ്റെ നെറ്റിയിൽ ആത്മാവ്, പവിത്രമായ ആത്മാവ് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണുകളിലൂടെ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതിനനുസരിച്ച് ആത്മാവിനകത്തുള്ള പവിത്രതയുടെ ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. फिर अगला जो है ब्राह्मण स्वरूप. इसमें 2-3 विजुअलाइजेशन हम कर सकते हैं. नंबर 1 क्या कर सकते हैं, कल्प वृक्ष की जड़ों के नीचे हम बैठे हैं, बाबा मम्मा के साथ बैठे हैं, दादियों के साथ बैठे हैं और हमारा प्रकाश पूरे एक एक पत्ते तक पहुंच रहा है. നമുക്ക് ഈ ബ്രാഹ്മണ സ്വരൂപത്തിൽ തന്നെ പല പല ദൃശ്യങ്ങൾ കാണാൻ പറ്റും. 1-2 ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. ഒന്ന്, നിങ്ങൾ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ വേരിലായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തായിട്ട് മമ്മയും ബാബയും ഇരിക്കുകയാണ്. നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം ആ വൃക്ഷത്തിന്റെ ഇലകളിലേക്ക് വരെ അങ്ങനെ പ്രകാശിക്കുകയാണെന്ന് ചിന്തിക്കൂ. और ये अभ्यास हम कैसे कर सकते हैं, हिस्ट्री हॉल में लगा हुआ है चित्र, आपने देखा होगा ना, कल्प वृक्ष वाला, इसमें सब बैठे हैं नीचे. കൽപ്പവൃക്ഷത്തിന്റെ ചിത്രം നിങ്ങൾ ഹിസ്റ്ററി ഹാളിൽ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പഠിക്കുന്ന ചിത്രങ്ങളിലും അതുണ്ട്. അതിൽ അതേപോലത്തെ ദൃശ്യമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. तो जब भी ब्राह्मण स्वरूप को इमर्ज करना है, हिस्ट्री हॉल में चले जाइए और कल्प वृक्ष में, जैसे कल्प वृक्ष है, बाबा मम्मा के साथ बीच में आप बैठे हैं और मुझसे शांति की किरणें, पवित्रता की किरणें एक एक पत्ते तक पहुंच रही हैं. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത്, ദൃശ്യം കാണേണ്ടത്, അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ഹാളിലേക്ക് വരൂ. അവിടെ കൽപ്പവൃക്ഷം നിൽക്കുന്നത് കാണൂ. അതിൽ മമ്മയോടും ബാബയോടൊപ്പം നിങ്ങൾ ഇരിക്കൂ. എന്നിട്ട് ആ പ്രകാശം, ബാബയിൽ നിന്നും മമ്മയിൽ നിന്നും കിട്ടുന്ന പ്രകാശം ആ ഇലകളിലേക്കും പ്രകാശിക്കുന്നതായി കാണൂ. या हम इसमें और क्या कर सकते हैं, इसको थोड़ा और इंटरेस्टिंग बनाने के लिए 4 धाम की यात्रा कर सकते हैं. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ രസകരമായി നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ 4 ധാമങ്ങളിലേക്ക് നിങ്ങൾക്ക് ഭ്രമണം ചെയ്യാനായി, പരിക്രമയ്ക്കായിട്ട് പോകാൻ പറ്റും. बाबा का कमरा, बाबा की झोपड़ी, फिर शांति स्तंभ और फिर हिस्ट्री हॉल. 4 ഒന്നാമത്തേത് ബാബയുടെ കുടില്, ബാബയുടെ മുറി, പിന്നെ പ്രകാശസ്തംഭം, ശാന്തി സ്തംഭം, പിന്നെ ഹിസ്റ്ററി ഹാൾ. ഇങ്ങനെ 4. हर दिन में कम से कम 3 बार मधुबन का चक्कर जरूर लगाना है. ഒരു 3 പ്രാവശ്യമെങ്കിലും മധുബനിൽ നിങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് വരണം. क्योंकि जिस स्थान को हम विजुअलाइज करते हैं, वहां के वाइब्रेशंस हम कैच करते हैं. ഏത് സ്ഥലത്താണോ നിങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർക്കുന്നത്, അവിടുത്തെ വൈബ്രേഷൻ നമ്മൾ ക്യാച്ച് ചെയ്യാൻ തുടങ്ങും. साकार में
हर दिन जाना पॉसिबल नहीं है, हो सकता है 6 महीने बाद या 1 साल में आप एक बार जाते हो मधुबन में, लेकिन हर दिन मुझे मधुबन का चक्र जरूर लगाना है. നിങ്ങൾക്ക് ഒരുപക്ഷെ യാത്ര ചെയ്ത് മധുബനിൽ പോകാൻ പ്രയാസമായിരിക്കും. വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് യാത്രയ്ക്കുള്ള അവസരം കിട്ടുന്നത്. എങ്കിലും എനിക്കൊരു 3 പ്രാവശ്യം ദിവസവും മധുബനിലെ 4 ധാമങ്ങളിലും പരിക്രമണം ചെയ്ത് വരണം. इसके साथ और क्या कर सकते हैं? शांतिवन का भी एक चक्कर लगा सकते हैं. ഇവിടെ യാത്ര പോകുന്ന സമയത്ത് ശാന്തിധാമത്തിലും അല്ലെ ശാന്തി വനത്തിലും ഇറങ്ങി അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. बाबा का कमरा, फिर प्रकाश स्तंभ, फिर गुलजार दादी का क्या है, क्या नाम है उसका, अव्यक्त लोक, और फिर दादी जानकी का जो है वो यादगार कौन सा स्तंभ है, शक्ति स्तंभ. അപ്പോൾ നിങ്ങൾ ശാന്തിവനത്തിൽ പോകുമ്പോഴത്തേക്ക് ബാബയുടെ മുറി, പിന്നെ അതേപോലെ തന്നെ പ്രകാശ് മണി സ്തംഭം, പിന്നെ ദാദി ഗുൽസാർ ദാദിയുടെ ഒരു ഓർമ്മ സ്മരണ ഉണ്ടല്ലോ, സ്മൃതി മണ്ഡപം, അതാണ് അവ്യക്തധാമം. പിന്നെ അത് കഴിഞ്ഞിട്ട് ദാദി ജാനകിയുടേത് അത് ശക്തി സ്തംഭം. तो वहां क्या करना है, 1-1 मिनट जाना है सिर्फ, और सामने जैसे शक्ति स्तंभ पे गए तो फील करना है जैसे दादी जानकी वहां अव्यक्त रूप में है और हमें दृष्टि दे रही है. प्रकाश स्तंभ पे गए, दादी प्रकाशमणि हमें मुस्कुराकर शक्तिशाली दृष्टि दे रहे हैं. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശക്തി സ്തംഭത്തിൽ ചെല്ലുമ്പം ദാദി ജാനകി അവ്യക്തത്തിൽ നിൽക്കുകയാണ്. ദാദിയുടെ മുഴുവൻ ശക്തിയും എനിക്ക് നൽകുകയാണ്. പ്രകാശ്മണി സ്തംഭത്തിലേക്ക് പോകുമ്പോൾ അവിടെ പ്രകാശ്മണി ദാദി നിൽക്കുകയാണ് അവ്യക്തമായിട്ട്. ആ ദാദിയിൽ നിന്ന് മുഴുവൻ ശക്തിയും ഞാൻ എടുക്കുകയാണ്. क्योंकि योग को हमें इंटरेस्टिंग बनाना पड़ेगा. അപ്പോൾ യോഗം എന്ന് പറയുന്നത് നല്ല രസകരമായിട്ട് വേണം നമ്മൾ ചെയ്ത് ശീലിക്കേണ്ടത്. नहीं तो क्या हो जाते हैं, बोर हो जाते हैं. അല്ലെങ്കിൽ എന്ത് പറ്റും, ബോറടിക്കാൻ തുടങ്ങും യോഗം. जैसे कोई चीज खाने में भी कोई आपको बहुत पसंद है, मान लीजिए, ഇപ്പം നിങ്ങൾക്ക് ആഹാരം, ഏതെങ്കിലും നല്ല ആഹാരം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണെന്ന് വിചാരിക്കും. और वो चीज रोज खिलाई जाए 1 हफ्ता, क्या होगा 1 हफ्ते के बाद? എന്നും നിങ്ങൾക്ക് അത് തന്നെ തരികയാണ്, 3 നേരവും ഒരാഴ്ച തരികയാണ്. എന്ത് സംഭവിക്കും? പിന്നെ मन करेगा खाने का പിന്നെ കഴിക്കാൻ തോന്നുമോ? या नहीं करेगा? അത് തോന്നില്ലേ? 1 हफ्ते के बाद क्या होगा? हम कहेंगे ये मत खिलाओ, हमें बहुत पसंद है लेकिन अभी थोड़ा सा ब्रेक चाहिए हमें. എന്തായാലും നല്ലത് തന്നെയാണ്, പക്ഷെ കുറച്ച് ദിവസം എനിക്ക് ഇത് കഴിക്കാതിരിക്കണം എന്ന് വിചാരിക്കും. क्योंकि मन को नवीनता चाहिए. മനസ്സിനും അതുപോലെ തന്നെ എപ്പോഴും പുതുമ ആവശ്യമാണ്. अलग अलग सोमान, अलग अलग प्रैक्टिस, വ്യത്യസ്തങ്ങളായ സോമാനം, വ്യത്യസ്തങ്ങളായ പ്രാക്ടീസൊക്കെ ഇതിനാവശ്യമാണ്. कभी शांतिवन, कभी पांडव भवन, कभी ज्ञान सरोवर, कभी मनमोहिनी वन, तो ऐसे आराम से उसका चक्कर लगाना. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ശാന്തിവനത്തിൽ, ചിലപ്പോൾ നമ്മൾ പാണ്ഡവവൻ, ചിലപ്പോൾ നമ്മൾ ജ്ഞാൻ സരോവർ, ചിലപ്പോൾ മൻമോഹിനി വൻ, ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണം. ये क्या हो गया? ब्राह्मण स्वरूप. ब्राह्मण स्वरूप में आप कुछ भी कर सकते हैं. ഈ ബ്രാഹ്മണ സ്വരൂപത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. अगर आप शांतिवन का चक्कर लगा रहे हैं तो भी ब्राह्मण स्वरूप है, पांडव भवन का चक्कर लगा रहे हैं तो भी ब्राह्मण स्वरूप है. ഇപ്പം നിങ്ങൾ ശാന്തിവനത്തിൽ പോയിട്ട് വരികയാണ്, അല്ലെങ്കിൽ പാണ്ഡവനിൽ പോയിട്ട് വരികയാണ്, ഇതെല്ലാം തന്നെ ബ്രാഹ്മണ സ്വരൂപത്തിന്റെ പരിശീലനത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. और फिर अगला स्वरूप क्या है? फरिश्ता स्वरूप. അടുത്ത സ്വരൂപം ഏതാണ്? 5ാമത്തേത് അതാണ് ഫരിസ്താ സ്വരൂപം. मुझे फरिश्ता बनना है या मैं फरिश्ता हूं? എനിക്ക് ഫരിസ്ത ആകണമോ അതോ ഞാൻ ഫരിസ്തയാണോ? क्या कहेंगे? എന്താ പറയുക? ഉത്തരം പറയണം എല്ലാവരും. ഫരിസ്തയാണോ? क्या कहेंगे? എന്താ പറയുന്നത് നിങ്ങൾ? ഫരിസ്ത ഹേ, ഫരിസ്തയാണ്, കൈപോക്കാമോ? फरिश्ता हूं या फरिश्ता बनना है? ഫരിസ്തയാണോ ഫരിസ്തയാകണോ? क्या कहेंगे? എന്താ പറയുന്നത്? फरिश्ता हूं या फरिश्ता बनना है? ഫരിസ്ത ഹൂം, കൈപോക്കണം, ഹാത്ത് ഉഠാവോ. ഫരിസ്തയാണ്, ഫരിസ്ത हाँ, जिसको लगता है नहीं, जिसको लगता है फरिश्ता बनना है वो हाथ उठाए. ആദ്യം ഫരിസ്ത ആകണം എന്നുള്ളൊരു കൈപോക്കൂ. ഫരിസ്ത ആകണം എന്നുള്ളവർ കൈപോക്കൂ. फरिश्ता बनना है या नहीं बनना है? ഫരിസ്ത ആകണോ വേണ്ടേ? കൈപോക്കിക്കോളൂ. ठीक है, बनने वाले हाथ खड़े कर. ഫരിസ്ത अच्छा, जिनको लगता है मैं फरिश्ता हूँ, ഞാൻ वो हाथ ഫരിസ്തയായി എന്ന് വിചാരിക്കുന്ന ഒരു കൈപോക്കാമോ? ഫരിസ്തയായി കഴിഞ്ഞു, ഇതാ കൈപോക്കണം. ഇത് രണ്ടിലും ഇല്ലാത്തവരുണ്ടോ? अभी कई दोनों में हाथ खड़ा नहीं कर रहे हैं. उनका രണ്ടിലും क्या करें? കൈപോക്കാത്തവരാരാ ഇത്? അങ്ങനെ क्योंकि पता है कि कुछ कुछ चीजें इंप्रूव करनी है ना, तो लगता है कि नहीं फरिश्ता बनना है, अभी वैसा नहीं है. लेकिन एक बात हम बहुत ध्यान रखें, ये बहुत इंपॉर्टेंट पॉइंट है.
चाहे अमृत वेले में, चाहे नुमा शाम में, चाहे ट्रैफिक कंट्रोल में, जब भी हम योग में बैठे उस समय मुझे स्वीकार करना है मैं फरिश्ता हूं. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ പറയും ഫരിസ്തയാണോ എന്ന് ചോദിച്ചാൽ ആയെന്ന് പറയാൻ പറ്റില്ല. ആകാനായിട്ട് കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അമൃതവേളയിലോ വൈകുന്നേരത്തെ മെഡിറ്റേഷനിലോ ട്രാഫിക് കൺട്രോളോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫരിസ്തയായില്ല, എനിക്ക് ഫരിസ്തയാകാൻ സമയമെടുക്കും എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഞാൻ തന്നെയാണ് ഫരിസ്ത, ഞാൻ ഫരിസ്തയായി എന്ന് തന്നെ ചിന്തിക്കണം. और इस बात का विशेष हमें अटेंशन रखना है, अमृत वेले के समय कभी भी अपनी कमियां नहीं देखनी है. അമൃതവേള സമയത്തൊരു വിശേഷിച്ചൊരു കാര്യം ചെയ്യേണ്ടതാണ്. ഞാൻ എൻ്റെ കുറ്റവും കുറവും നോക്കേണ്ട സമയം ആയിരിക്കരുത്. मतलब अमृत वेला, नुमा शाम, ट्रैफिक कंट्रोल, इस समय कभी भी अपनी कमियां नहीं देखनी है, बाबा को अपनी कमियां नहीं बतानी है. ഈ 3 സമയം അമൃതവേള, വൈകുന്നേരത്തെ മെഡിറ്റേഷൻ, ട്രാഫിക് കൺട്രോൾ ഇവയിലൊന്നിലും തൻ്റെ കുറ്റവും കുറവും നോക്കുകയോ ബാബയോട് തൻ്റെ കുറ്റവും കുറവും പറഞ്ഞിരിക്കാനോ പാടില്ല. अगर कमियां बतानी है, ऐसा नहीं कि कमी देखनी ही नहीं है अपनी, बस हम तो सब कुछ हैं, हम तो बन ही गए, ऐसा नहीं. लेकिन कमी बताने का या चेक करने का दिन में कोई समय निश्चित करनी है. ഇപ്പോൾ ബലഹീനതകൾ ബാബയോട് പറയേണ്ടതെന്നല്ല, നമുക്ക് ബലഹീനതകളെ നമ്മൾ നോക്കണ്ട, അങ്ങനെയുമില്ല. ബലഹീനതകൾ നോക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്യും. है ना, वो समय अमृत वेला नहीं होना चाहिए. अमृत वेले क्या सोचना है, मैं फरिश्ता हूं, मैं मास्टर सर्वशक्तिवान हूं, मैं पवित्रता का फरिश्ता हूं. അപ്പോൾ അമൃതവേള സമയത്ത് ചിന്തിക്കേണ്ടതാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ തന്നെയാണ്, ഞാൻ ഫരിസ്ത തന്നെയാണ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ തന്നെയാണത് എന്നാണ് ചിന്തിക്കാനുള്ളത്. लेकिन होगा क्या जब प्रैक्टिकल में हम करेंगे, मान लो हमने एक थॉट क्रिएट किया, मैं पवित्रता का फरिश्ता हूं, और अंदर अगर कोई भी दिन भर में या रात को पिछले दिन कुछ भी वेस्ट थॉट चला, नेगेटिव थॉट चला, तो कहीं ना कहीं अंदर एक युद्ध चलेगा. हम कहेंगे मैं पवित्रता का फरिश्ता हूं, अंदर से क्या आवाज आएगी, कहाँ हो, नहीं हो, है ना, कल तो ये किया था. അപ്പോൾ നമ്മൾ രാത്രിയിൽ നമ്മളിപ്പം ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാണ്, ഞാൻ തന്നെയാണ് ഫരിസ്ത എന്നുള്ളത്. പക്ഷെ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ആ സമയത്ത് അതിന് മുൻപ് നടന്ന കാര്യങ്ങളോ തലേ ദിവസം നടന്ന കാര്യങ്ങളോ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശബ്ദം പുറത്തേക്ക് വരും, ആഹാ നീയാണ് ഫരിസ്ത എന്ന്. तो वहां पर अपने आप को क्या याद दिलाना है, ये मेरा ओरिजिनल स्वरूप है, फरिश्ता मेरा ओरिजिनल स्वरूप है. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് അതേപോലെ ഒരു ശബ്ദം വരണം, നീ തന്നെയാണ് ഫരിസ്ത എന്ന് വരണം. तो इससे क्या होगा, धीरे 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 जो नेगेटिव है, वेस्ट है, वो स्वतः समाप्त होना शुरू हो जाएगा. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെയുള്ള അഴുക്ക സ്വഭാവങ്ങൾ താനേ പതുക്കെ 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 മാറാൻ തുടങ്ങും. और मान लीजिए कोई गलती भी होती है, उसमें बाबा के सामने बैठना, बाबा को बताना, लेकिन वो गिल्ट ऐसा ना हो पूरे दिन भर चलता रहे, अगले दिन, 1 हफ्ता, 10 दिन, 15 दिन नहीं. पश्चाताप किया 1 घंटा, 2 घंटा, 3 घंटा, उसके बाद क्या कर देना है, उसको लेट गो करके आगे बढ़ना है. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി, നിങ്ങളുടെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല തെറ്റിനെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിപ്പോകരുത്. ദിവസം മുഴുവനും 1 ദിവസം, 2 ദിവസം, 3 ദിവസം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നിൽ നിന്ന് പറ്റിപ്പോയിരുന്നു. അങ്ങനെ പാടില്ല. പകരം 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഫിക്സ് ചെയ്യൂ. ആ സമയത്ത് ബാബയോട് പശ്ചാത്താപം പറയൂ, അതിനുശേഷം ലെറ്റ് ഇറ്റ് ഗോ. तो 5 स्वरूप का अभ्यास हमें रोज करना है. दिन में कितनी बार करना है वो आप डिसाइड करना आज बाबा के सामने बैठकर. बाबा ने कहा है कम से कम 8 बार करना है, लेकिन आप अपने अकॉर्डिंग, क्योंकि 5 स्वरूप का जब आप अभ्यास करेंगे, ये लगभग इसको 4-5 मिनट लगेंगे पूरा अभ्यास करने में. वैसे 1 मिनट में भी हो सकता है, लेकिन फिर भी हम मान के चलें 3-4 मिनट्स, 5 मिनट्स. तो आज इस सेशन के बाद बाबा के कमरे में आप बैठना और बाबा से बात करना कि बाबा मैं अगले 1 महीने तक इतनी बार 5 स्वरूप की प्रैक्टिस करूंगा. അപ്പോൾ 5 സ്വരൂപത്തിൻ്റെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബാബ റൂമിൽ പോയിരുന്നിട്ട് അത് ബാബയോട് പറയണം എത്ര സമയമാണ് ചെയ്യുമെന്നുള്ളത്.
അത് നിങ്ങൾ ബാബയോട് ഉറപ്പ് പറയണം. പക്ഷേ ബാബ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസത്തിൽ 8 പ്രാവശ്യമെങ്കിലും ഈ പറയുന്ന സ്വദർശന ചക്രം 5 സ്വരൂപങ്ങൾ പരിശീലിക്കാനായിട്ടാണ്. ഒരു സ്വരൂപം നിങ്ങൾ ഒരു പ്രാക്ടീസ് 5 സ്വരൂപങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 4 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ആണ് വേണ്ടി വരുന്നത്. 1 മിനിറ്റ് കൊണ്ടും ചെയ്യാം, പക്ഷെ ആസ്വദിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നേരെ ബാബ റൂമിൽ പോകണം. എന്നിട്ട് ബാബയോട് ഉറപ്പ് പറയണം, ബാബ ഈ 5 സ്വരൂപം ഞാൻ ഇത്ര സമയമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ബാബയ്ക്ക് ഉറപ്പ് നൽകുക. आप ऐसे कौन कौन है जो रोज अमृत वेला करते हैं? ദിവസേന അമൃതവേള ചെയ്യുന്ന ആരൊക്കെയാണുള്ളത് ഒന്ന് കൈവക്കാമോ? हैं ओके. और कुछ हैं जो मिस करते हैं कभी कभी, ऐसे भी हैं? അത് ഈ കൈവക്കിയവർ ആരെങ്കിലും ചിലപ്പോഴൊക്കെ മിസ്സായി പോകാറുണ്ടോ? ओके, ऐसे भी हैं. कोई बात नहीं, आज से हम पक्का करते हैं, क्योंकि ब्राह्मण जीवन की श्रीमत, सबसे पहली श्रीमत है मुरली, सबसे पहली. एंड सेकंड नंबर पे फिर क्या है? अमृत वेला. ബാബയുടെ ശ്രീമത്തിലെ ഏറ്റവും ആദ്യം വരുന്നത് മുരളിയാണ്. മുരളി ദിവസവും കേൾക്കണം എന്നാണ്. രണ്ടാമത്തെ വരുന്ന ശ്രീമത്ത് എന്ന് പറയാൻ അമൃതവേള ചെയ്യുക എന്നതാണ്. और अमृत वेला करने के लिए क्या करना है? सिर्फ एक काम करना है, हमें हिम्मत रखनी है. അമൃതവേള ചെയ്യാനായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ധൈര്യം കാണിക്കുക. ഇതാണ് വേണ്ടത്. हिम्मत का एक कदम आपका, 1000 कदम बाबा के. നിങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ദൃഢസങ്കല്പം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ചുവടാണ്. ആ ചുവടിന് ബാബ 1000 മടങ്ങ് നിങ്ങളെ സഹായിക്കും. और उसमें कमजोर संकल्प क्रिएट नहीं करने कि नहीं मैं तो नहीं कर पाऊंगा, हो नहीं सकता है, मेरे से तो उठा ही नहीं जाता, पता नहीं होगा या नहीं होगा, मैंने बहुत कोशिश करके देख ली. इस प्रकार के कमजोर संकल्प क्रिएट नहीं करने हैं. അപ്പോൾ അമൃതവേള ചെയ്യുന്നതിന് പകരം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, അല്ലെങ്കിൽ ഞാനിത് ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള ദുർബല സങ്കല്പങ്ങൾ എടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് അമൃതവേള ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നല്ല ചിന്തകൾ വേണം അമൃതവേള ചെയ്യുന്നതിന് വേണ്ടി ചിന്തിക്കേണ്ടത്. उसके लिए कोई भी नियम अपना सकते हैं. हम क्या क्या कर सकते हैं? नंबर 1, चाहे आपको अलार्म लगानी पड़े, अलार्म लगाइए. दूसरा, किसी व्यक्ति को बोलिए कि क्या आप मेरे को सुबह, जो करता है अमृत वेला, उसको बोलिए कि सुबह मुझे फोन करके उठाओ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശീലിക്കാം. ഒന്ന്, അമൃതവേള എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് അലാറം വയ്ക്കൂ. ഇനി അലാറവും നിങ്ങളെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളോട് പറയൂ, എന്നെ ഒന്ന് രാവിലെ വിളിക്കണമെന്ന്. പക്ഷേ പറയുന്നവരോട് ആലോചിച്ചോളണം, അവർ അമൃതവേള ചെയ്യുന്നവരായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. क्योंकि एक बार हमें अभ्यास अगर हो गया ना, तो अपने आप ही, सिर्फ शुरू में थोड़ा मुश्किल होता है, एक बार अभ्यास हो जाए. अगर दुनिया में ये कहा जाता है कोई भी काम अगर आप 21 दिन लगातार कर लें तो वो आपकी नेचर बन जाती है. तो शुरू में मुश्किल लगेगा, लेकिन मेहनत करके अगर हम वो करेंगे, उसके बाद फिर वो एकदम नेचुरल हो जाएगा. യഥാർത്ഥത്തിൽ ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടാവുക തന്നെ ചെയ്യും. ലൗകികത്തിലും ഇങ്ങനെ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം ശീലം നിങ്ങൾക്ക് ശീലിക്കണം എന്നുണ്ടെങ്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് തെറ്റാതെ ചെയ്താൽ മതി, അത് നിങ്ങളുടെ ശീലമായി മാറുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം കുറച്ച് അധ്വാനം ഉണ്ടാകുമെങ്കിലും അത് പിന്നെ സഹജമായി മാറുക തന്നെ ചെയ്യും. और सुबह नींद कब खुलती है? जैसे अगर आप अपने जीवन को याद करें, जब आप छोटे थे, हमें याद है कि सुबह सुबह जब पेरेंट्स बोलते थे ना 5 बजे उठ के पढ़ना है, तो नींद नहीं खुलती थी. लेकिन जिस दिन संडे होता था, सुबह पता है खेलने जाना है 5 बजे, तो क्या होता था? अपने आप ही, किसी ने नहीं उठाया, अपने आप ही जल्दी उठ गए, अपने आप ही तैयार हो गए, सब कुछ कर लिया. तो जो चीज़ हमें पसंद होती है उसके लिए नींद अपने आप खुलती है. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ അടുത്ത് രക്ഷകർത്താക്കൾ പറയുമായിരുന്നു രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, അതാണ് പഠിക്കാനുള്ള നല്ല സമയം എന്നൊക്കെ പറയുമായിരുന്നു. നിങ്ങൾ എഴുന്നേൽക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ സൺഡേ ദിവസം നിങ്ങൾക്ക് കളിക്കാനായിട്ട് പോകണമായിരുന്നെങ്കിലോ, രാവിലെ നിങ്ങൾ അറിയാതെ തന്നെ ചാടി എഴുന്നേറ്റ് റെഡിയായി ഓടുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്തിനോടാണോ നമുക്ക് താല്പര്യമുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. तो अमृत वेले में इंटरेस्ट हमारा कैसे बढ़ेगा? उसके लिए एक बुक है अमृत वेला, आप सबके पास होगी, नहीं है अगर तो वो हर किसी के पास होनी चाहिए. ऑनलाइन भी मिल जाएगी, ऑनलाइन PDF भी मिल जाएगा. हर दिन उसको पढ़ना हमें शुरू करना है. रात को सोने से पहले उसको पढ़ के सोएंगे, अपने आप देखेंगे कि नींद खुलनी हमारी शुरू हो जाएगी. और नींद खुलने के भी 2 तरीके होते हैं. एक है अलार्म बजा और एकदम हम थक के उठे, एकदम ऐसा कि उठ फिर
सुबह उठना पड़ेगा। और दूसरा क्या हो जाएगा धीरे धीरे, अगर खुशी होगी, अमृत वेला अच्छा होगा, तो उठते ही खुशी होगी कि अभी मुझे बाबा से मिलन मनाना है। അപ്പോൾ അമൃതവേള എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് ഓൺലൈനിൽ PDF ആയിട്ട് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അമൃതവേളയുടെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. രാത്രി കിടക്കുമ്പോൾ അത് വായിച്ചിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ അത് നിങ്ങളെ ഉണർത്തും. ആ ജ്ഞാനത്തിൻ്റെ പോയിന്റ് നിങ്ങൾ സ്വയം തന്നെ ഉണർത്തും. ചിലരാണെങ്കിൽ അമൃതവേളയ്ക്ക് ഇതേപോലെ അലാറം വച്ചിട്ടൊക്കെ കിടക്കും. അവസാനം പിന്നീടാണ് അറിയുന്നത് അലാറമൊക്കെ അടിച്ചിട്ട് കുറേ സമയമായി എന്നുള്ളത്. സമയം കഴിഞ്ഞു പോയി. तो जितना अमृत वेले का महत्व पता लगेगा हमें, जितना उसके बारे में स्टडी करेंगे, जितना उसके बारे में क्लासेस सुनेंगे, ऑटोमेटिक हमारा मन उठना शुरू हो जाएगा. फिर वो बीच में रुकना, मतलब कि जैसे होता है ना, उठे और मन क्या कहता है, थोड़ा सा सो जाओ, कोई बात नहीं, वो थॉट चलने शुरू हो जाते हैं. लेकिन जब अमृत वेले का महत्व यहाँ अंदर पक्का होगा तो फिर मन हमें परेशान करना बंद कर देगा. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് ആ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മനസ്സ് ഉണരാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് അമൃതവേളയാണ് എഴുന്നേൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അമൃതവേളയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വായിക്കൂ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് ഉണരാൻ തുടങ്ങും. അഥവാ നിങ്ങൾ യഥാർത്ഥത്തിൽ താല്പര്യമില്ലാതെയാണ് ഇരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അലാറം കേട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ അത് അറിയാതെ ഉറങ്ങിപ്പോവുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സ് ഉണരില്ല. क्योंकि अमृत वेले का समय है स्वयं को शक्तियों से भरपूर करने का. बाबा के सारे खजाने खुले हैं अमृत वेले के समय. हम चाहें तो अपनी झोली को भरपूर कर सकते हैं. वरदान लेने का समय है वो. और जिसने अमृत वेला अच्छा कर लिया उसके लिए पूरा दिन भर पुरुषार्थ करना बहुत सहज हो जाएगा. അപ്പോൾ അതിരാവിലെ നിങ്ങൾ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃതവേള സമയം എന്ന് പറയുന്നത് ബാബ ശക്തികൾ തരുന്ന സമയമാണ്. ബാബ പറയാറുണ്ട്, ഞാൻ എൻ്റെ നിധി കുംഭങ്ങൾ തുറന്നു വച്ചിരിക്കുന്ന സമയമാണത്. ആ സമയത്ത് ആരാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ബാബ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കും. ബാബ ശരിക്കും നിങ്ങൾക്ക് ശക്തികൾ നൽകും. ആരാണോ അമൃതവേളയിൽ എഴുന്നേൽക്കുന്നത് അവർക്ക് ദിവസം മുഴുവനും ബാക്കിയുള്ള പുരുഷാർത്ഥങ്ങൾ ചെയ്യുന്നതിൽ വേണ്ടി യാതൊരു പ്രയാസവും അനുഭവപ്പെടുകയില്ല. और अलग अलग संबंध, उठते ही सबसे पहले बाबा को गुड मॉर्निंग करना है. और कोई भी एक या दो संबंध आप ले लीजिए, सुबह उठते ही सबसे पहले उसको फील करना है. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, അതിരാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ബാബയുമായി ഏതെങ്കിലും സംബന്ധങ്ങൾ തീരുമാനിച്ചു വച്ചിരിക്കണം. അതിനെ ഓർക്കണം. 1-2 സംബന്ധങ്ങൾ ബന്ധുവായി ബാബയെ കാണണം. ആ ബന്ധത്തിൽ ബാബയെ കണ്ട് സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുക. ഇത് അമൃതവേളയിൽ ചെയ്യാവുന്ന ഒരു പരിശീലനമാണ്. और जितना अमृत वेले बाबा से बात करेंगे उतना ही हमारा अमृत वेला खुशी से भरपूर होना शुरू हो जाएगा. അങ്ങനെ ആ ബന്ധത്തിൽ കണ്ട് ബാബയുമായി നിങ്ങൾ എത്രത്തോളം സമയം ബാബയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ സംസാരത്തിലൂടെ നിങ്ങളുടെ സന്തോഷത്തിന്റെ അളവ് വർദ്ധിക്കാൻ തുടങ്ങും. जैसे साकार मुरली में कई बार आता है कि बाबा से क्या बात करो सुबह उठते ही, बाबा आपने मुझे क्या से क्या बना दिया, आपने मुझे भरपूर कर दिया सर्व खजानों से. और एक संकल्प आप कभी भी सोचना कि अगर हम बाबा के नहीं बने होते तो हम क्या कर रहे होते. അപ്പോൾ അതിരാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സംസാരിക്കുന്നത് എന്തൊക്കെ സംസാരിക്കാം എന്നുള്ളത് ബാബ അവ്യക്ത മുരളിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാബയോട് പറയണം, ബാബ എങ്ങനെ ഇരുന്ന് എന്നെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്, എന്തുമാത്രം ഖജനാക്കൾ കൊണ്ട് ബാബ എന്നെ സമ്പന്നമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെ നമ്മളോട് സംസാരിക്കണം. ഇതിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങളോട് ചോദിക്കാവുന്ന, ഞാൻ ബാബയുടേതായിരുന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഈ ലോകത്ത് എവിടെ ആയിരിക്കുമായിരുന്നു. अमृत वेले को क्या करना है, हमें शक्तिशाली बनाना है. ठीक है, कौन कौन बनाएगा शक्तिशाली? അമൃതവേള നമുക്ക് ശക്തിശാലിയാക്കി മാറ്റണം. ആരൊക്കെ അമൃതവേള നല്ല പവർഫുൾ ആയിട്ട് ചെയ്യും? अच्छे से हाथ खड़ा करिए, നല്ല ഉയരത്തിൽ വലിച്ച് കൈ നീട്ടിപ്പൊക്കൂ. करेंगे सभी शक्तिशाली. वेरी गुड, अपने लिए जोरदार ताली बजाएंगे. കൈ കൊട്ടണം, അവരവർക്ക് വേണ്ടിയിട്ട് കൈ കൊട്ടണം. अमृत वेला पावरफुल. और क्या करना है, ट्रैफिक कंट्रोल.
हर 1 घंटे के बाद 1 मिनट साइलेंस करना बहुत 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 जरूरी है. ഏതുപോലെ അമൃതവേള പവർഫുൾ ആക്കുന്നത് പോലെ തന്നെ ഒരു ദിവസത്തിൽ ഓരോ മണിക്കൂറിനിടയ്ക്കും 1 മിനിറ്റ് നേരം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ആ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ നിർബന്ധിതമാണ്. നിർബന്ധമായും ആ 1 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. एक बार दादी गुलजार से किसी ने पूछा कि दादी आप बोलते हो, क्योंकि दादी हमेशा ये बात बोलती थी 1 मिनट, हर घंटे में 1 मिनट. तो दादी से किसी ने पूछा दादी 1 मिनट में क्या होगा? तो दादी ने कहा 1 मिनट का प्रभाव कम से कम अगले 1 घंटे तक जरूर रहेगा. ദാദി എപ്പോഴും ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഗുൽസാർ ദാദി നിങ്ങൾ എപ്പോഴും മണിക്കൂറിൽ 1 മിനിറ്റ് നേരം നിങ്ങൾ യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയായിരുന്നു. അപ്പോൾ ആരോ ദാദിയോട് ചോദിച്ചു, ദാദി ഈ 1 മിനിറ്റ് കൊണ്ട് മെഡിറ്റേഷൻ എന്താണ് അതിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്തുണ്ടാവും ഉപയോഗം എന്ന് ചോദിച്ചു. അപ്പോൾ ദാദി പറഞ്ഞു, 1 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1 മിനിറ്റിൻ്റെ സ്വാധീനം ബാക്കി അടുത്ത വരുന്ന 1 മണിക്കൂർ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. और इसके लिए हम सबके पास एंड्रॉयड फ़ोन है या स्मार्टफोन है, तो उसमें एक एप्लीकेशन है ट्रैफिक कंट्रोल ब्रह्मा कुमारीज, है ना, वो आप डाउनलोड कर सकते हैं. एंड उसमें एक म्यूज़िक का ऑप्शन आता है, ओनली म्यूज़िक. उसमें क्या होगा, हर 1 घंटे के बाद एक सॉफ्ट म्यूज़िक प्ले होगा. उसकी आप वॉल्यूम कम कर सकते हैं ताकि कोई और डिस्टर्ब ना हो. चाहे आप ऑफिस में हैं, घर में हैं, जो भी काम कर रहे हैं, कोशिश करनी है. क्या सब कुछ छोड़कर बैठ सकते हैं? लेकिन कभी कभी ऐसा होगा कि आप बैठ नहीं पाएंगे. उसमें क्या करना है, जस्ट मन को प्रेजेंट में लेकर आना है. ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു യുക്തി എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിലും അതേപോലെ തന്നെ ഐഫോണിലും ഒക്കെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ട്രാഫിക് കൺട്രോൾ ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ, ഓരോ മണിക്കൂറിലും കേൾക്കുന്നത്. അത് നിങ്ങൾ അത് ഓൺ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലും നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതിൻ്റെ സൗണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. നിങ്ങൾ വോളിയം അല്പം കുറച്ച് വയ്ക്കൂ, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അഥവാ നിങ്ങളുടെ തിരക്കിനിടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെറ്റിയിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കൂ, ഞാൻ ആത്മാവാണ്, ഇത്രയെങ്കിലും ചിന്തിക്കൂ എന്ന് പറയാം. कई बार ऐसा होता है कि जब ट्रैफिक कंट्रोल की बात होती है तो कई लोग कहते हैं कि हमें लगता है कि सारा एक बार काम पूरा कर लें फिर आराम से योग करेंगे. ചിലരോട് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നതാണ്, ഞങ്ങൾ നല്ല തിരക്കിലാണ്, ആ ട്രാഫിക് കൺട്രോൾ കേട്ടോട്ടെ, പിന്നെ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇരുന്ന് ബാക്കി നിറച്ച് യോഗം ചെയ്യാമെന്ന്. लेकिन अगर पूरा दिन भर बीच बीच में अटेंशन नहीं दिया, सीधा हम नुमा शाम में बैठे, तो बहुत सारे चांसेस हैं कि वो जो सारा दिन भर का नेगेटिव है उसको सही करने में ही हमारा सारा नुमा शाम चला जाएगा. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്കുള്ള സമയത്ത് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? സാധ്യത കൂടുതൽ ഇതിനായിരിക്കും, വൈകുന്നേരം നിങ്ങൾ 1 മണിക്കൂർ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ദിവസം സംഭവിച്ച വേണ്ടാത്തതായ മോശമായ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഓടാൻ തുടങ്ങും. അതിനെല്ലാം ശരിയാക്കി നിങ്ങളുടെ 1 മണിക്കൂർ മുഴുവനും പൂർത്തിയാകും, തീർന്നു പോകും. तो हर 1 घंटे के बाद हम अलग अलग अभ्यास कर सकते हैं. नंबर 1 क्या कर सकते हैं, जब 1 मिनट आपको मिला, मुरली के पॉइंट रिवाइज कर सकते हैं, नंबर 1. सेकंड, कोई भी हर दिन के 3 सोमान फाइनल कर लीजिए. हर दिन आप चेंज भी कर सकते हैं उसको, वो सोमान प्रैक्टिस कर सकते हैं. थर्ड, कुछ नहीं, सिर्फ मन को प्रेजेंट में ला सकते हैं. मन से बात कर सकते हैं कि पास्ट के बारे में कोई फ़ायदा नहीं है, प्रेजेंट में आ जाओ. तो ऐसे अलग अलग अभ्यास हम ट्रैफिक कंट्रोल के समय पर कर सकते हैं. ട്രാഫിക് കൺട്രോൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, 1 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ 1 മിനിറ്റ് നേരം അന്നത്തെ ദിവസം കേട്ട മുരളിയുടെ ചില പോയിന്റുകളെ നിങ്ങൾക്ക് ഓർമ്മിക്കാം. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത്, എപ്പോഴാണോ നിങ്ങൾ യോഗം ചെയ്യാനിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കൂ. എന്നിട്ട് പിന്നെ അടുത്ത ചെയ്യേണ്ടത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വർത്തമാനത്തിലേക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ സംസാരിക്കും. മൂന്നാമത് സംസാരിക്കാൻ പറ്റുന്നത്, കഴിഞ്ഞുപോയ കാര്യങ്ങളിലൊന്നും യാതൊരു പ്രയോജനമില്ല, വരും കാര്യം വരാനിരിക്കുന്നല്ലേ ഉള്ളൂ, ഇപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് സ്വയം ഇപ്പോൾ വർത്തമാന സമയത്ത് മനസ്സിനെ സെറ്റ് ചെയ്യാനും നമുക്ക് ട്രാഫിക് കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റും. तो हर दिन का एक स्वमान हमें लेना है, സ്വമാനം उसको प्रैक्टिस करना है. दूसरा, हर दिन का ज्ञान का 1 पॉइंट हमें लेना है.
അപ്പോൾ നമുക്ക് സോമാനം പറയാൻ വിട്ടുപോയി. 3 സോമാനങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ സോമാനങ്ങൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്യാം. തലേ ദിവസം ഫിക്സ് ചെയ്യാം. ഓരോ ദിവസവും സോമാനങ്ങൾ മാറ്റാം. പിന്നെ മുരളിയുടെ റിവിഷൻ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. क्योंकि किसी भी ज्ञान के पॉइंट को जब हम 20 बार 30 बार 40 बार 50 बार रिपीट करते हैं तब जाकर वो हमारे सबकॉन्शियस माइंड में जाता है. അപ്പോൾ മുരളിയുടെ റിവിഷൻ എന്ന് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു മുരളിയുടെ പോയിന്റിനെ നിങ്ങൾ 30 പ്രാവശ്യം 40 പ്രാവശ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ നമ്മുടെ ഉപബോധ മനസ്സിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. और तीसरा काम हमें करना है, पहला अमृत वेला अच्छे से करना है, दूसरा ट्रैफिक कंट्रोल एंड थर्ड चार्ट रखना. അപ്പോൾ ഒന്നാമത്തേത് പവർഫുള്ളായ അമൃതവേള, രണ്ടാമത്തേത് മുരളി പോയിന്റിന്റെ റിവിഷൻ, മൂന്നാമതെന്ന് പറയുന്നത് ചാർട്ട് എഴുതുക. क्योंकि चार्ट रखने में क्या होता है, कुछ दिन हम रखते हैं. ചാർട്ട് എഴുതുന്നതുകൊണ്ട് എന്താ പ്രയോജനം? നിങ്ങൾ ആരെങ്കിലും ചാർട്ട് എഴുതാറുണ്ടോ? ചാർട്ട് എഴുതുന്നവരാരെങ്കിലും ഉണ്ടോ? है ना, फिर भूल जाते हैं उसको. फिर मुरली में आता है बच्चे चार्ट नहीं रखते, फिर हमें याद आता है हाँ चार्ट रखना चाहिए. നിങ്ങൾക്കും അറിയാമായിരിക്കും ചാർട്ട് എഴുതാമെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പലപ്പോഴും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് മറന്നുപോയിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം ബാബ മുരളിയിൽ പറയും കുട്ടികളെ ചാർട്ട് എഴുതണം. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ തുടങ്ങി വെച്ചിട്ട് മതിയാക്കിയല്ലോ എന്ന്. तो इसके लिए नियम क्या बनाना है हमें कि मुझे हर दिन चार्ट लिखना है. അപ്പോൾ നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ദൃഢ തീരുമാനം എടുക്കൂ, എനിക്ക് തീർച്ചയായിട്ടും ചാർട്ട് എഴുതിയേ പറ്റൂ. और उसको आप अपने अकॉर्डिंग बनाइए, चार्ट को सिंप्लीफाई करिए और किसी दिन मिस नहीं करना है. मतलब किसी दिन मान लो आप बहुत बिजी थे, रात को 11 बज गए सेवा में या कोई भी कारण से, उस समय एटलीस्ट एक लाइन जरूर लिखनी है. बाबा ने एक मुरली में कहा था, इतने भी बिजी हो आप सिर्फ मेरे को एक लाइन लिख दो. क्या लिख दो? ओके. അപ്പോൾ നിങ്ങൾ ചാർട്ട് എഴുതണം. ചാർട്ട് എഴുതണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കും. അഥവാ നിങ്ങൾ ഏതെങ്കിലും ദിവസത്തിൽ വളരെയധികം തിരക്ക് ആയിപ്പോയി എന്ന് വിചാരിക്കും. അത് 11 മണിയായിപ്പോയി, 12 മണിയായിപ്പോയി എന്ന് വിചാരിക്കും. എങ്കിലും ബാബ നമുക്ക് മുരളിയിൽ അതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ബാബ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് പരിശോധനിച്ച ശേഷം ആ ചാർട്ടിൽ ഓക്കെ എന്ന് എഴുതണം എന്ന് ബാബ പറഞ്ഞു. तो इससे क्या होगा, हम अगर मिस नहीं करेंगे ना, होता क्या है एक दिन मिस किया, 2 दिन मिस किया, फिर वो हफ्ता 10 दिन 15 दिन चल जाता है. लेकिन अगर हमने डिसाइड किया कि जिस दिन मैं पूरा चार्ट नहीं भी दे पाया रात को, मैं क्या लिख दूंगा? ओके. सुबह उठकर जब समय मिलेगा उस चार्ट को फिर से मैं अच्छे से दे दूंगा. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് യഥാർത്ഥത്തിൽ പറ്റുന്ന എന്താണ്, നിങ്ങൾ എഴുതാതിരുന്നാൽ 1-2 ദിവസം നിങ്ങൾ എഴുതാതിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് മിസ്സായി 15-20 ദിവസത്തേക്ക് അങ്ങ് പൊയ്ക്കളയും. അതുകൊണ്ടൊരു നിർബന്ധം പിടിക്കൂ, എനിക്ക് ചാർട്ട് എഴുതിയേ പറ്റൂ. അഥവാ ലേറ്റായി നിങ്ങൾ രാത്രി അതിൽ എഴുതി വെച്ചു ഓക്കെ എന്ന് എഴുതി, പിന്നെ പകൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇരിക്കൂ, എന്നിട്ട് പരിശോധിക്കൂ, ഇന്നലത്തെ ദിവസത്തെ കാര്യങ്ങളൊന്ന് ഓർത്തിട്ട് ആ ചാർട്ടിലെ ചോദ്യങ്ങളുമായി ഒന്ന് പരിശോധിച്ച് അതിന് ശരിയായ ഉത്തരം എഴുതാൻ ശ്രമിക്കൂ. ऐसे ही जब हमने शुरू में अमृत वेला करना शुरू किया तो ऐसा नहीं था कि पहले दिन से बहुत आसान था, बट एक प्रैक्टिस की जिसके कारण वो इजी हो गया. शुरू में हमने 1 महीना डिसाइड किया कि मुझे सुबह 15 मिनट ज़रूर करना है. पहले ये डिसाइड किया. मतलब शुरू में क्या होता था, सबके साथ होता है ये कि हम करना शुरू करते हैं, 10 मिनट योग हुआ सिर्फ, फिर नींद आ गई मान लीजिए. या कभी कभी क्या हुआ, शुरू में 4:30 बजे नींद खुली और उठते ही हम पहले से परेशान हो गए कि सारा तो समय चला गया, अब क्या करेंगे. और वो करते करते हमने क्या किया, वो अगले जो आधा घंटा बचा हुआ था वो भी सारा वेस्ट कर दिया. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അമൃതവേള വളരെയധികം പ്രയാസമായിരുന്നു. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു, 1 മാസം എനിക്ക് 15 മിനിറ്റെങ്കിലും എന്ത് ചെയ്യണം, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ആദ്യം ഞാൻ ചെയ്ത എന്താണ്, നേരത്തെ തന്നെ കയറി ഞാൻ ആദ്യം 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചു. അഥവാ ഏതെങ്കിലും ഒരു ദിവസം യഥാർത്ഥത്തിൽ ലേറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത ചിന്തകൾ ധാരാളം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചിന്തിച്ച് എൻ്റെ ഇരുന്ന സമയം മുഴുവനും പാഴായി. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എനിക്ക് തുടക്കത്തിൽ 1 മാസം ചെയ്യണം. ആ 1 മാസത്തിൽ 15 മിനിറ്റ് നേരം എനിക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. और उसमें शुरू में चाहे ऐसा हो आपको कि 4 बजे किया, उठे आप 10 मिनट किया और आपको नींद आ गई, कोई बात नहीं, दुखी नहीं होना है उससे. या आपका नींद किसी दिन खुली 4:30 बजे, आपने 10-15 मिनट किया, या कई बार 4:45 भी खुली, मान लो 4:45 पे भी खुली, आपने 10-15 मिनट किया.
1 महीने के अंदर आप देखेंगे जब आप रेगुलर करते जाएंगे कि वो फिर सब कुछ अपने आप सेट होना शुरू हो जाएगा. ഒരു സന്തോഷ വാർത്ത. രാവിലെ നിങ്ങൾ അമൃതവേള ഒരു മാസം എഴുന്നേക്കണമെന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങൾ 4 മണിക്ക് എഴുന്നേക്കാൻ തീരുമാനിച്ചു. 4 മണിക്ക് എഴുന്നേറ്റു. 15 മിനിറ്റ് ഇരുന്നപ്പോൾ ഉറക്കം വന്നു. സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. അഥവാ എഴുന്നേറ്റപ്പോൾ 4:30 ആയിപ്പോയി. 4:30 ആയപ്പോഴത്തേക്കും സാരമില്ല, 4:30 മണിക്ക് എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് നേരം യോഗം ചെയ്യുക. അതല്ലെന്ന് വിചാരിക്കൂ, ചിലപ്പോൾ 4:45 എഴുന്നേറ്റതെന്ന് വിചാരിക്കൂ. അപ്പോഴും ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾ യോഗം ചെയ്യൂ. അതും അമൃതവേളയായി കൂട്ടാം. ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴുള്ളതിനേക്കാളും വളരെയധികം മെച്ചപ്പെട്ടതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. तो बाबा से प्यार बढ़ाने की विधि है, जितना हम श्रीमत पर चलते जाएंगे उतना ही बाबा से हमारा प्यार इंक्रीज होना शुरू हो जाएगा. और हम योग में बैठेंगे, हमें बहुत इजी होगा. जैसे हम संकल्प क्रिएट करेंगे ना, बाबा की किरणें मुझ पर आ रही, तो ऑटोमेटिक हमें वो अनुभव होनी शुरू हो जाएंगे. ബാബയുടെ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ് ബാബ പറയുന്ന ശ്രീമത്തുകൾ നമ്മൾ പാലിക്കുക. ഉദാഹരണത്തിന് നിങ്ങളിങ്ങനെ സങ്കല്പിക്കുകയാണ്, ബാബയുടെ കിരണങ്ങൾ എൻ്റെ നെറ്റിയിലേക്ക് വരികയാണ് എന്ന് നിങ്ങളിങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാകും, സത്യത്തിൽ ബാബ എനിക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ്. और अगर योग में जब हम बैठते हैं हमें वो अनुभव नहीं हो रहा है, तो मतलब कुछ ना कुछ हमें चेकिंग करनी है. कहीं ना कहीं कोई ना कोई श्रीमत हम तोड़ रहे हैं. അഥവാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ബാബയിൽ നിന്നുള്ള ശക്തികളുടെ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ ഒരു ചെറിയ പരിശോധന നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെയൊക്കെയോ ഏതൊക്കെയോ ശ്രീമത്തുകളിൽ ചെറിയ ചെറിയ ലംഘനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. और जब हम चेकिंग करेंगे उसमें परेशान नहीं होना है, ये बहुत इम्पोर्टेंट है. उसमें साक्षी होकर धैर्य रखकर और फिर ठीक है ये कमी है, इसको मुझे धीरे धीरे, हो सकता है उसमें समय लगे, बट उसे मुझे दूर करना है. എന്തായാലും അഥവാ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പരിശോധന നടത്തിക്കൊള്ളൂ. പക്ഷെ പരിശോധന നടത്തി നിങ്ങൾ അസ്വസ്ഥരായി മാറരുത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് സാക്ഷിയായി ക്ഷമയോടുകൂടി നിങ്ങളെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പരിവർത്തനപ്പെടുത്താനായി സാധിക്കും. क्योंकि कुछ संस्कार हैं जो बहुत जल्दी चेंज हो जाते हैं. आपने भी अनुभव किया होगा ना, बाबा का बनते ही कुछ संस्कार क्या हो जाते हैं, ऑटोमेटिक चेंज हो जाते हैं. लेकिन कुछ 1-2 संस्कार होते हैं जिनको चेंज होने में समय लगता है. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സംസ്കാരങ്ങൾ ചില സംസ്കാരങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിവർത്തനപ്പെട്ട് കാണും. ചില സംസ്കാരങ്ങൾ അങ്ങനെ പെട്ടെന്ന് പരിവർത്തനപ്പെടുന്നതല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ബാബയുടേതായ സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പല സ്വഭാവങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. इसलिए उसमें धैर्य रखते हुए अलबेले नहीं होना है, लेकिन धैर्य रखना है. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി അത് ചെയ്യണം. പക്ഷേ ക്ഷമ കാണിച്ച് നിങ്ങൾ അലസരായി മാറിപ്പോകരുത്. ക്ഷമയോടുകൂടി അതിനെ പരിശോധിച്ച് നിങ്ങൾക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. तो अगर हम ये अमृत वेला, ट्रैफिक कंट्रोल और रात को चार्ट लिखना, इसको बहुत पक्के से करें. पहले लक्ष्य बनाएंगे हम 1 महीने तक मुझे इसको पक्के से करना है. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു നിർബന്ധം വയ്ക്കൂ, എനിക്ക് പവർഫുൾ ആയിട്ടുള്ള അമൃതവേള ചെയ്യണം, മുരളി കേൾക്കണം, പിന്നെ എനിക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യണം. ഒരു മാസത്തെ നിങ്ങൾ ഒരു നിർബന്ധം പിടിച്ച് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശീലമായി ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും. क्योंकि अगर हम पहले से ही कहेंगे ना, मन को हम कहेंगे 1 साल तक करना है, तो मन परेशान हो जाता है. उसको लगता है इतना समय करना पड़ेगा. तो मन को क्या करना है, छोटे छोटे टास्क देने हैं. जैसे कि 1 महीने के लिए मुझे ये करना है. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കണം, എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനസ്സിന് നിങ്ങൾക്ക് പരിശീലിപ്പിക്കാനുള്ളൊരു വഴിയാണ് ചെറിയ ചെറിയ ടാസ്കുകൾ അതിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടാസ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കാനായി സാധിക്കും. और 1 महीने के बाद फिर खुद के साथ बैठना है, फिर उसको रिवाइज करना है कि अब मैंने 1 महीने ये प्रैक्टिस किया, अब नेक्स्ट 1 मंथ मुझे कुछ उसमें से ऐड करना है, कुछ कम करना है. उस तरीके से हर मंथ का अपना हमें चार्ट बनाना है. അപ്പോൾ നിങ്ങൾ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മാസത്തേക്കുള്ള ചാർട്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കൂ. ഒരു മാസം തീരുമ്പോൾ നിങ്ങളോടൊപ്പം ഇരിക്കൂ. എന്നിട്ട് നിങ്ങളോട് സംസാരിക്കൂ. ഇതിലെന്തൊക്കെയാണ് എനിക്കിനി മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെയാണ് എനിക്കിതിൽ കൂട്ടിച്ചേർക്കേണ്ടത്, ഇപ്പോഴുള്ളതിൽ നിന്ന് എന്തൊക്കെയാണ് എനിക്ക് തിരുത്തേണ്ടത്, കുറയ്ക്കേണ്ടത് എന്നൊക്കെ ഉള്ള ആ ചാർട്ടിലൂടെ നിങ്ങൾ ഇരുന്ന് നിങ്ങളെ പരിശോധിച്ച് നിങ്ങൾ തിരുത്തൂ.
जैसे दुनिया में जो अच्छे स्टूडेंट्स होते हैं या अच्छे बिजनेसमैन होते हैं तो वो अपना प्लानिंग करते हैं कि 1 मंथ मुझे ये करना है, इस पे ध्यान देना है, ये सब्जेक्ट मेरा कमज़ोर है, इस पे मुझे काम करना है। तो ऐसे ही हम भी स्पिरिचुअल स्टूडेंट्स हैं, हमें भी क्या करना है, अपनी प्लानिंग खुद बैठ के एकांत में बनानी है। അപ്പോൾ നല്ല നല്ല വിദ്യാർത്ഥികളെ പരിശോധിക്കുകയാണ്, നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്വയം തന്നെ പ്ലാനുകൾ ഉണ്ടാക്കി അതിനനുസരിച്ച് അവർ തയ്യാറെടുപ്പുകൾ നടത്തുമായിരിക്കും. അങ്ങനെ നടത്തി അവർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്ന വിഷയത്തിൽ എനിക്ക് വളരെ ഞാൻ മോശമാണ്, അപ്പോൾ ഇതിനെ എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം, അങ്ങനെ മനസ്സിലാക്കി അവർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളാരാണ്? നമ്മൾ സ്പിരിച്വൽ സ്റ്റുഡൻസ് ആണ്. നമുക്കും ഒരു സ്വയം തന്നെ ഏകാന്തതയിൽ ഇരുന്നിട്ട് ബാബയോട് സംസാരിച്ച് നമുക്ക് അനുകൂലമായ ഒരു പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കൂ. अभी हम 2 मिनट के लिए मेडिटेट करते हैं. 2 മിനിറ്റ് നേരം നമുക്ക് മൗനത്തിലിരിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം. पूरा ध्यान खुद पर ले आए. സ്വയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. मैं आत्मा मस्तक के मध्य चमक रही हूँ. തിരുനെറ്റിയുടെ മധ്യത്തിൽ ഞാൻ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. मन ही मन में 20 बार ये संकल्प क्रिएट करें, मैं मास्टर सर्वशक्तिवान आत्मा हूँ. ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണെന്ന് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് 20 പ്രാവശ്യം ആവർത്തിക്കൂ. बाप दादा को देखें. ബാപ് ദാദയെ നോക്കൂ. बाबा के नैनों से सर्व शक्तियों की किरणें मुझ आत्मा में समा रही हैं. മുന്നിലിരിക്കുന്ന ബാബയുടെ ചിത്രത്തിൽ നിന്ന് ബാബയുടെ കണ്ണുകളിൽ നിന്ന് പ്രകാശം വരികയാണ്. ആ പ്രകാശം ശക്തിയായി ഞാൻ ആത്മാവിലേക്ക് നിറയുകയാണ്. महसूस करें जैसे कि बाबा ने सारे बोझ आपके ले लिए. ഇങ്ങനെ അനുഭവം ചെയ്യൂ. എൻ്റെ മനസ്സിൻ്റെ എന്തൊക്കെ ഭാരങ്ങളുണ്ടോ അതെല്ലാം ബാബ സ്വീകരിച്ചിരിക്കുകയാണ്. मैं निश्चिंत हूँ. ഞാൻ നിശ്ചിന്തനായിരിക്കുകയാണ്. ओम शांति. ഓം ശാന്തി. अभी सभी अपने स्थान पे खड़े होंगे എല്ലാവരും അവിടെ എഴുന്നേറ്റ് നിൽക്കൂ. എല്ലാവരും और എഴുന്നേറ്റ് ये महसूस करेंगे सभी कि मेरे चारों ओर एक पवित्रता का आभा मंडल है. എനിക്ക് ചുറ്റും പ്രകാശം കൊണ്ടുള്ള ഒരു വലയം തയ്യാറായിരിക്കുന്നതായി നിങ്ങൾ സ്വയം അനുഭവിക്കൂ. और अभी सभी संगठन में चक्कर लगाएंगे, एक दूसरे को देखेंगे और किस नज़र से देखेंगे? पवित्रता का फरिश्ता. ये 2 संकल्प क्रिएट करने हैं. मैं पवित्रता का फरिश्ता हूँ
और जिसको आप देखेंगे ये भी पवित्रता का फरिश्ता है। ठीक है, इप्पो बिना बोले अभी आपस में चक्कर लगाएंगे, पूरा आपस में एक दूसरे को देखेंगे। ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചിന്തിക്കൂ, നമ്മൾ ഓരോരുത്തരും പ്രകാശം കൊണ്ടുള്ള ശരീരത്തിലാണ്. एक एक नहीं पूरा चक्कर लगाएंगे ऐसे एक दूसरे को, एक व्यक्ति हर व्यक्ति को देखेगा। आप भी इधर ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ഫരിസ്തകളായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ നടന്നിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റു സഹോദരങ്ങളെ കാണുക. ഒന്ന് ചിന്തിക്കേണ്ടത്, ഞാൻ പവിത്ര ഫരിസ്തയാണ്, എൻ്റെ മുന്നിൽ നിൽക്കുന്നതും പവിത്ര ഫരിസ്തയാണെന്ന് ചിന്തിക്കൂ. നടക്കൂ, എല്ലാവരും നടക്കൂ, ക്ലാസ്സിൽ മുഴുവനും നടക്കൂ, മുമ്പോട്ടൊക്കെ നടക്കൂ. എന്നിട്ട് ഫരിസ്തയായി കാണൂ, സ്വയം ഫരിസ്തയായിട്ട് ചിന്തിക്കൂ. പിറകോട്ടൊക്കെ നടക്കണം, എല്ലാവരും ദൂരോട്ട് നടക്കണം. ഈ ക്ലാസ്സിനകത്ത് ചുറ്റുമൊക്കെ നടക്കൂ. നടന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചുറ്റും നിൽക്കുന്നവരെ നോക്കാൻ ശ്രമിക്കൂ. കുറച്ച് സ്വയം ഫരിസ്തയായിട്ട് അനുഭവം ചെയ്യൂ. എന്നിട്ട് മറ്റുള്ളവർക്ക് ദൃഷ്ടി കൊടുത്ത് ഫരിസ്തയെ കാണൂ. നോക്കൂ, പരസ്പരം ഒരാൾ നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് അയാളെ നോക്കൂ. നോക്കുന്ന സമയത്ത് മുഖത്തൊരു പുഞ്ചിരി വരുത്തിയിട്ട് വേണം മുന്നിൽ നിൽക്കുന്ന സഹോദരനെ നോക്കാനായി, സഹോദരിയെ നോക്കാൻ. എല്ലാവരും നടക്കാം. നടക്കുമ്പോൾ നിങ്ങളുടെ ഫീൽ ചെയ്യുക, പ്രകാശത്തിൻ്റെ ശരീരമാണ്, ശരീരം മുഴുവൻ പ്രകാശമായിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരു സഹോദരാത്മാവിനെ നോക്കൂ. ഞാനും ഫരിസ്ത, ഇതും ഫരിസ്തയാണ്. വൈബ്രേറ്റ് ചെയ്യൂ, മൊബൈൽ വൈബ്രേറ്റ് ചെയ്യും പോലെ ഫീൽ ചെയ്യൂ. സത്യത്തിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫരിസ്തയാണ്. ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഫരിസ്ത എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എനിക്കിവരെ അറിയില്ല, ഇത് ഫരിസ്തയാണെന്നറിയാം. നടക്കാം, കുറച്ച് ആക്ടിവിറ്റി കൂടി ആയിക്കോട്ടെ. നടക്കാം, ഫരിസ്തകളെ കാണാം. और अभी इसी स्वरूप में आप भोजन के लिए जा सकते हैं, और जो भी आपको भोजन परोसेंगे देंगे उनको भी उसी फरिश्ते स्वरूप में देखना है. നിങ്ങൾ ആഹാരം കഴിക്കാനായി ഇതേ പ്രകാശ സ്വരൂപത്തിൽ പോവുക. ആഹാരം കഴിക്കുമ്പോൾ അവിടെ വിളമ്പാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും. അവരെയും ഇതേ ഫരിസ്ത രൂപത്തിൽ കാണാൻ ശ്രമിക്കുക. നിശബ്ദമായി പോവുക. പിന്നെ ബായിജി നമുക്കൊരു വർക്ക് തന്നിരുന്നു. നിങ്ങൾ ബാബ റൂമിൽ ചെന്നിട്ട് എത്ര പ്രാവശ്യം 5 സ്വരൂപങ്ങളുടെ പ്രാക്ടീസ് ചെയ്യും, അതും ബാബയ്ക്ക് ഉറപ്പ് നൽകിയിട്ട് വേണം പോകാനായിട്ട്. ബാബയോട് പറയണം, 5 സ്വരൂപങ്ങൾ ഞാൻ ഇത്ര പ്രാവശ്യം ചെയ്യാം. ബാബ റൂമിൽ കയറി ബാബയെന്ന് ദൃഷ്ടിയെടുത്ത് ഒരു 10 സെക്കൻഡ് ബാബയോട് പറഞ്ഞിട്ട് പോകണം എത്ര സമയം ഫരിസ്ത സ്വരൂപം ചെയ്യാം. और अभी 1 मिनट के लिए या 30 सेकंड्स के लिए बाबा रूम में जाकर आपको जो पहले हमने बात की थी 5 स्वरूप का प्रैक्टिस आप कितनी बार करेंगे वो बाबा को बताकर डिसाइड करके, ताकि नेक्स्ट 1 मंथ के लिए वो हमें करना है. അര മിനിറ്റോ 3/4 മിനിറ്റോ നിങ്ങൾ ബാബ റൂമിലേക്ക് പോയിട്ട് 5 സ്വരൂപങ്ങളെക്കുറിച്ച് പരിശീലനം പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. അത് ബാബയോട് ഉറപ്പ് പറയണം, 1 മാസം ബാബ ഇത്ര പ്രാവശ്യം ഞാൻ 5 സ്വരൂപങ്ങൾ പരിശീലിക്കാം.